മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഈ രക്ഷാദൗത്യത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്? വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു നമ്മളിവിടെ വരുമ്പോൾ തന്നെ. ഒഴുക്കുവെള്ളത്തിലോ അല്ലെങ്കിൽ ഒഴുക്കുവെള്ളം എന്ന് പറയുന്നത് തന്നെ ഒരു ഡൈവറെ സംബന്ധിച്ച് അപകടകരമായ ഒരു അവസ്ഥയാണ്. ഡെപ്ത് എന്ന് പറയുന്നത് നമുക്കൊരു വിഷയമല്ലാത്ത കാര്യമാണ്. നമ്മൾ സാധാരണയായിട്ട് പുഴകൾ, കുളങ്ങൾ, കോറികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ ഡൈവ് ചെയ്ത് റിക്കവറി നടത്താറുള്ളത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഇത്രയും മലിനമായിട്ടുള്ള ഒരു തോടാണ്. അതിനകത്ത് വേസ്റ്റ് താഴെയും മുകളിലും വേസ്റ്റാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അതിനകത്ത് കടന്ന് റിക്കവറി നടത്തുക എന്നുള്ളത് വളരെ ദുഷ്കരം പിടിച്ചൊരു ദുഷ്കരമായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു രണ്ട് ഡൈവറെ ഇവിടെ വന്നതിന് ശേഷം വേസ്റ്റ് മാറ്റിയതിന് ശേഷം 2 ഡൈവറെ അകത്തോട്ട് കടത്തി വിടുകയായിരുന്നു. ഒരു 10 മീറ്റർ അകത്ത് പോയി അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം തിരിച്ച് വിളിച്ചു. തിരിച്ചവരെത്തിയതിന് ശേഷം നമ്മുടെ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ കൂടുതൽ ദൂരം പോകാമെന്നവരെ അയക്കുകയും അവരെ തന്നെ വീണ്ടും ഒരു 20 മീറ്റർ അകത്തോട്ട് കടത്തി വിടുകയായിരുന്നു. അപ്പോൾ അത്രയും ഭാഗം അവർ ക്ലിയറായി സെർച്ച് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയില്ല, ഒട്ടും കാണാൻ പറ്റുന്ന വിസിബിളായിട്ടുള്ളൊരു സ്ഥലമല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ടോർച്ച് പരസ്പരം കാണാൻ പോലും പറ്റാത്തത് അവസ്ഥയിലാണുള്ളത്. അങ്ങനെയുള്ള മലിനമായിട്ടുള്ള ആ ജലത്തിനകത്ത് ഇവർ സെർച്ച് നടത്തുന്നത് കൈകൾ കൊണ്ട് കാലുകൊണ്ടുമാണ്. കൈ 4 സൈഡിലും പരതിയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ കയ്യിൽ തട്ടുന്ന വസ്തുക്കളെല്ലാം അവർ നിരീക്ഷിക്കുകയാണ്, ഇത് ബോഡിയാണോ എന്ന് നിരീക്ഷിച്ചാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് വരെ അവളുടെ തലയുടെ മുകളിൽ പൊങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കിടന്നാണ് പോകുന്നത്. അപ്പോൾ ഈ 20 മീറ്റർ ഇവർ പോയ അത്രയും ഭാഗം ഇവർ ക്ലിയറായിട്ട് സെർച്ച് നടത്തുന്നു. പക്ഷേ നമുക്ക് കയ്യെത്താൻ പറ്റാത്ത ചില ഭാഗങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരിക്കാം. കാരണം വേസ്റ്റ് താഴ്ന്നു നിൽക്കുന്ന ഭാഗത്തോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. ഒരു ഡൈവറെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അപാകതയാണത്. അപ്പോൾ അവിടെ കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീണ്ടും അവിടെ പരിശോധന നടത്താൻ, അപ്പോൾ ഒരു പരിശോധന നടത്തിയെടുത്ത് വീണ്ടും ചിലപ്പോൾ നമ്മൾ പരിശോധന നടത്താറുണ്ട്. അത് നമ്മുടെ ഡൗട്ട് വെച്ചുകൊണ്ടാണ്. അവിടെ അങ്ങനെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വീണ്ടും സെർച്ച് നടത്തുകയും രണ്ടാമതും അവിടെ തന്നെ സെർച്ച് നടത്തി അതിനുശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് 30 മീറ്റർ അകലെയുള്ള മാൻഹോൾ വഴി തിരിച്ച്, അപ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അത്രയും ഭാഗത്തുകൂടി നമ്മൾ വീണ്ടും ഒരു 2 ഡൈവർ. പ്ലാസ്റ്റിക് മാലിന്യം തന്നെയാണ് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായത്. അത് തീർച്ചയായിട്ടും അതായത് സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടിട്ടിരിക്കുന്ന കെട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകൾ അത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നു. മറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കംപ്ലീറ്റ് പൊങ്ങി വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു. രണ്ട് സൈഡിലും വേസ്റ്റാണ്. ആ വേസ്റ്റിനടിയിലൂടെ വേണം നമുക്ക് മൂവ് ചെയ്യാൻ ഉള്ളത്. അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇതിനിടയ്ക്ക് വെള്ളത്തിൻ്റെ അളവ് താഴുകയാണെങ്കിൽ മുകളിലിരിക്കുന്ന വേസ്റ്റ് ഈ ഡൈവറെ അതിനകത്തേക്ക് താഴ്ത്തി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാൾക്ക് കടന്നു വരാൻ കഴിയാതാവും, അയാൾ ട്രാപ്പിൽ അങ്ങനെ ഒരു 30 ഫീറ്റിന് അപ്പുറത്ത് വെച്ച് ട്രാപ്പിലാകുന്ന ഒരു ആളെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന 30 മീറ്ററോളം ഈ വേസ്റ്റ് കട്ട് ചെയ്ത് വേണം പോകാൻ. ആ വേസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ 1 മീറ്റർ വേസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ എടുക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ 30 മീറ്റർ അകപ്പെട്ട ഒരാൾ, നമ്മുടെ ഡൈവർ അകപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം ഒന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമുക്ക്, ബുദ്ധിമുട്ട് എന്തായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഡൈവേഴ്സ് ഡൈവ് ചെയ്തത്, സെർച്ച് നടത്തിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്മൃതി, ഇത് തിരുവനന്തപുരത്തെ സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെ തലവനാണ് സുഭാഷ്. അദ്ദേഹം പറയുന്നത് അത്രയേറെ ഗൗരവമുള്ളതാണ്. ഇതിനകത്ത് കടന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് ഒന്ന്. അതിനകത്ത് ഇത് തന്നെ കൂടുതലും പ്ലാസ്റ്റിക് മാലിന്യം, പിന്നെ ഈ ഡയപ്പറും അറവ് മാലിന്യം ഇതെല്ലാം കവറിൽ കെട്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് തൊടുമ്പം ബോഡി പോലെ തോന്നിയാണെങ്കിൽ വീണ്ടും അത് കൺഫേം ചെയ്ത് പിന്നെ തുണികൾ ഇതെല്ലാം കൺഫേം ചെയ്ത് പോകും. കാര്യം ഇതിനകത്ത് നമ്മൾ കിടന്നാണ് പോണത്, അല്പം പോലും പൊങ്ങാൻ പറ്റില്ല. നൂന്നാം മേളിലെ മാലിന്യം ഇത് വേസ്റ്റ് വന്ന് തട്ടും, താഴെ പോയ ചെളി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കേവിൽ പോകുമ്പോൾ റിസ്ക് പിടിച്ച് ഇങ്ങനെ ഈ തടസ്സങ്ങൾ മാറ്റി ബോഡി കൺഫേം ചെയ്ത് പോകും. കഴിഞ്ഞ ഏതാണ്ട് 48 മണിക്കൂറായി നിങ്ങളൊക്കെ ഈ മലിനജലത്തിലാണ്. എങ്ങനെയാണ് ഇതിനകത്ത് മുഴുവനായിട്ട് ഈ ഡയപ്പർ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ്? അതെ, മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, മനുഷ്യൻ ഉപയോഗിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അതിനെ പല സ്ഥലങ്ങളും വകഞ്ഞു മാറ്റിയും അല്ലാതെയാണ് ഞങ്ങൾ ഇതിലേക്ക് പോയത്. എന്തായാലും ദുർഘടം പിടിച്ച ഒരു ഇത് തന്നെയായിരുന്നു. ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ഡീസലിൻ്റെ സ്മെല്ല് അതുപോലുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ മനുഷ്യ വിസർജ്യം എല്ലാം ഉണ്ടായിരുന്നു.